നെട്ടേത്രയിൽ ഇപ്പോൾ ഉണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു വാഹനം മതിലിലേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ്. നാളെ അപകടമുണ്ടായി 2 പേർ മരണപ്പെട്ട സ്ഥലം തന്നെയാണിത്. ഭാഗ്യമുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഏറെ നാളുകളായിട്ട് നെട്ടേത്ര ഈ ഭാഗത്ത് വൻ അപകടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതിന് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് അപകടമുള്ള ഒരു മേഖലയാണെന്നോ ഇത് വളമുള്ള പ്രദേശമാണെന്നോ പൊതുജനങ്ങൾ മനസ്സിലാവുന്നു. വരുന്ന ആളുകൾ ഈ പ്രദേശത്തെ ആൾക്കാരുടെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അപകട മേഖലയാണ്. ഇതിൽ എത്തരത്തിലുള്ള വളവുകൾ ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ അപകടങ്ങൾ ഇവിടെ കൂടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇപ്പോൾ PWO ഇവിടെ അപകട മേഖലയാണെന്നുള്ള പ്രദേശം വെച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വണ്ടി ഓടിച്ചു വരുന്ന ആളുകൾക്ക് സൂചന കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബോർഡ് സ്ഥാപിക്കാൻ അടിയന്തരമായിട്ട് വേണം. അല്ലെങ്കിൽ ജീവൻ ഇന്ന് നേരം കട്ടിൽ തന്നെയാണ് 2 പേരുടെ ജീവൻ രക്ഷപ്പെട്ടത്. അത് പ്രായമുള്ള 2 പേരാണ്, സുഖമില്ലാത്ത ആളുകളാണ്. അവർ വണ്ടി ഓടിച്ച് വന്നപ്പോൾ അപകട മേഖല ആണ്. ആ വളവിൽ വന്നപ്പോഴേ വേറെ വണ്ടി എതിർച്ച് കയറി വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ട് സ്വയം ജീവന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് വെട്ടിച്ച് വേറെ വഴിയിൽ കൊണ്ടുപോയി. ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല സീസണുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇവിടെ വണ്ടി ഇടിച്ച് 2 പേര് മരിച്ചു. ആ സ്ഥലത്ത് ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെയാണ് വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അപകടമാണ്, ഇതൊരു വളമാണ് എന്ന് ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്, വണ്ടി ഓടിച്ചു വരുന്ന ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ബോർഡുകൾ സ്ഥാപിക്കേണ്ട അത്യാവശ്യമാണ്. ജന കണ്ടായിരുന്നു ജന ഞാൻ ഉറപ്പായിരുന്നു കാണാൻ വാക്ക് നമ്മളെ കാര്യം ഞാൻ ഉറപ്പായിരുന്നു. ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല അപ്പുറത്തില്ല പാറ അടിക്കാന്ന്. അതേ ക്ലാസ് കൊടുക്കില്ലായിരുന്നു. ശരി ഒന്ന് പിടിച്ചാൽ ജന ഇതിൽ 61 ചക്കുവള്ളിയാ. 61 എവിടെയാ? ചക്കുവള്ളിയാ. അപകട മേഖലയാണ്. ആർക്കും അപകടമില്ല. എന്നാൽ അപകടം നടന്ന് 2 പേര് മരിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ മതിലൊക്കെ പുതിയതായിട്ട് കെട്ടി. ഓപ്പോസിറ്റ് കാണുന്നത് KSRTC ബസ് ഇടിച്ചു കയറിയ സ്ഥലമാണ്.